പ്രേമം സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയത് സെൻസർ ബോർഡ് ആസ്ഥാനത്ത് നിന്നാണെന്ന് കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡിലെ 3 താൽക്കാലിക ജീവനക്കാരെ ആന്റി പൈറസി സെൽ അറസ്റ്റ് ചെയ്തു. സിനിമ അനധികൃതമായി പ്രചരിപ്പിച്ച കുറ്റത്തിന് ഒരു വനിതയടക്കം നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് സൂചന. തിരുവനന്തപുരം സ്വദേശികളായ ലിഥിൻ, അരുൺകുമാർ, കുമാരൻ എന്നിവരെയാണ് ആന്റി പൈറസി വിഭാഗം അറസ്റ്റ് ചെയ്തത്. സെൻസർ ബോർഡിൽ സമർപ്പിക്കപ്പെടുന്ന ഡിവിഡികളുടെ വ്യക്തത പരിശോധിക്കുന്ന ചുമതലയായിരുന്നു അരുണിന്. ഇതിനായി ലഭിച്ച സിനിമ ലാപ്ടോപ്പിൽ പകർത്തിയ ശേഷം പെൻഡ്രൈവിലാക്കി പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അരുണിൽ നിന്നും ആദ്യം കോപ്പികൾ സ്വീകരിച്ചവരാണ് ലിഥിനും കുമാരനും. കാച്ചാണിയിലുള്ള സുഹൃത്തിനാണ് അരുൺ ആദ്യമായി പുറത്ത് CD നൽകിയത്. ഇവിടെ നിന്നും ഗൾഫിലേക്ക് കോപ്പി പോയി. കടക്കൽ സ്വദേശി ഗൾഫിൽ നിന്നും എക്സെൻഡർ വഴി ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. തുടർന്ന് ഈ മേഖലയിലെ നിരവധി പേർക്ക് സിനിമ ലഭിച്ചു. ഈ സ്ത്രീയടക്കം നിരവധി പേരെ സിനിമ പ്രചരിപ്പിച്ച കുറ്റത്തിന് അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. പ്രതികൾ കുറ്റസമ്മതം നടത്തിയതായി ആന്റി പൈറസി SP പ്രതീഷ് കുമാർ പറഞ്ഞു. These three were the main persons who were behind the leaking of the movie before release. Late night we were able to locate them, and early morning at around 4:30 we were able to arrest them and apprehend them. അന്വേഷണം ആരംഭിച്ച് 24 ദിവസത്തിനുള്ളിൽ 100 കണക്കിന് ഫോൺ, വാട്സാപ്പ് അക്കൗണ്ടുകളാണ് പൈറസി സെൽ പരിശോധിച്ചത്. സിനിമയുടെ അണിയറ പ്രവർത്തകരുടേതടക്കം മൊഴിയും എടുത്തിരുന്നു. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ചെയ്ത ചെന്നൈ അടക്കമുള്ള ഇടങ്ങളിലെ സ്റ്റുഡിയോകളിലും പരിശോധന നടത്തി. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കസ്റ്റഡിയിലെടുത്ത കൊല്ലം സ്വദേശിയായ വിദ്യാർത്ഥി ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തത് സെൻസർ കോപ്പിയാണെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.